Good afternoon to all. Good afternoon, Miss. Good afternoon. Okay. So, as usual question. Ranjha കഴിച്ചോ? സുധാനോ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് മക്കൾ ഇങ്ങനെ? സുഖാണ്, നല്ല വിശേഷം. ഓക്കെ. കുറച്ച് പേര് ലഞ്ച് കഴിക്കാത്തവരുണ്ട് കേട്ടോ. എച്ച് പഠിക്കുന്ന നിങ്ങളോട് ഞാൻ ഹെൽത്തിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? സോ ടൈമിന് ഫുഡ് കഴിക്കും. ഓക്കെ? വേണ്ട മാം, പറയണ്ട. ഇതോ പറയണ്ട മാം, അറിയാം. അറിയാം, പറഞ്ഞു കൊടുക്കൂ. ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കൂ. മിസ് കഴിച്ചു, ഞാൻ കഴിച്ചു. Good afternoon, ma'am. Yeah, good afternoon. Okay. Okay. എല്ലാവരും ജോയിൻ ആവുന്നേ ഉള്ളൂ. അപ്പൊ അതായത് നമുക്ക് സംസാരിച്ചിരിക്കാം. പിന്നെ ഒന്നുകൂടെ വായിക്കേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അഥവാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തോ? അത് ചെയ്ത് ക്ലിയർ ചെയ്തോ? മാം പിന്നെ ഹലോ മാം, പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ മോഡുല കഴിയുമ്പോഴേ ഫസ്റ്റ് മോഡല് 2 ചാപ്റ്റർ ഒന്ന് എടുത്തുതരാൻ പറ്റുമോ മാം? മാമത്തെ സമയം കാണുമോ? ഫസ്റ്റ് മോഡല് 2 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഇൻട്രഡക്ഷനും മറ്റേ അത് കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ ഫസ്റ്റ് മോഡലില്. ഫസ്റ്റ് മോഡല് ഞാനത് താമസല്ലേ കയറിയത്. ഫസ്റ്റ് മോഡലിലേക്ക് എടുത്തപ്പം ഫീസ് അടച്ച് താമസല്ലേ. അപ്പൊ ഫസ്റ്റ് മോഡലിലെ ചാപ്റ്റർ 1ഉം 2 കിട്ടിയില്ലായിരുന്നല്ലോ. അപ്പൊ അത് രണ്ടും ഒന്ന് മാമിന് എടുത്തരാൻ പറ്റുമോ സൗകര്യം പോലെ? എക്സാമിന് മുന്നേ എടുത്തരാൻ പറ്റും? ഈ ചാപ്റ്റർ 1ഉം 2ഉം എടുത്ത് ആരാണെന്ന് അറിയോ? ഇല്ല മാം, എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾ താമസല്ലേ കയറി, അപ്പൊ എനിക്കത് അറിയത്തില്ല ആരാ എടുത്തതെന്നുള്ളത്. ഓക്കെ. സോ ചാപ്റ്റർ 1ഉം 2 എടുത്തവരോട് ചോദിക്കണം കേട്ടോ. ഞാൻ എടുത്ത പോർഷൻ 1ഉം 2 അല്ല. എടുത്തത് ആരായിരിക്കും? ആരാണെന്ന് അറിയോ? ഇൻട്രൊഡക്ഷൻ മിലുമിസ് ആണെന്ന് തോന്നുന്നു. മിലുമിസ് ആണ്. മിലുമിസിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഞാനെടുത്ത പോർഷൻ മോഡ്യൂൾ 1ൽ എനിക്ക് തോന്നുന്നു 12, 13, 8 ഒക്കെയാണ് ഞാൻ എടുത്തത്. ചാപ്റ്റർ 1ഉം 2ഉം മിലുമിസ് എടുത്ത്. ചോദിക്കാം മാം. നിങ്ങൾ തന്നെ ചോദിക്കൂ. ഓക്കെ മാം. ഓക്കെ. മിലുമിസായിട്ട് നിങ്ങൾ ഭയങ്കര കമ്പനിയല്ലേ അല്ലേ? ചോദിച്ചോളൂ കേട്ടോ. മിസ്സേ, ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആണോ? നന്ദിനി, ഓരോ ദിവസം ഓരോരുത്തരുടെ ബർത്ത്ഡേ ആണല്ലോ അല്ലേ? നന്ദിനി, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. താങ്ക് യു മാം. ട്രീറ്റൊന്നുമില്ല ചെയ്തല്ലോ. എനിക്ക് ട്രീറ്റ് കൊടുക്കാൻ പറ്റുമോ? നന്നാനെ അല്ലേ? തരോ? ഉറപ്പായിട്ടും മീറ്റപ്പിൽ നമുക്ക് അടിച്ചു പൊളിച്ചേക്കാം. ഓക്കെ. നന്ദിനി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഹാപ്പി ബർത്ത്ഡേ നന്ദിനി. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, നന്ദിനി പറയും നോട്ട് ചെയ്ത് വെച്ചോ. ആരും മറക്കരുത്. നന്ദിനി എന്തോ പറഞ്ഞു, ട്രീറ്റ് ഉണ്ടെന്നും നമ്മളെ നേരിട്ട് കാണുമ്പോ തരാനും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ എല്ലാവരും, മറക്കരുത്. ഞാൻ ഉറപ്പായിട്ടും തരും. കോളേജ് ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സാ. അപ്പൊ എല്ലാവർക്കും ഉറപ്പായിട്ട് ഞാൻ ട്രീറ്റ് തരും. ഓക്കെ. ഫ്രണ്ട്സിന് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞോ. അത് നോട്ട് ചെയ്യണേ. എന്റെ എല്ലാവർക്കും, നമ്മുടെ സ്മാർട്ട് സ്ട്രീറ്റ് ടീം മൊത്തത്തിലും. ചുമ്മാ പറഞ്ഞോ. ചുമ്മാ സ്റ്റഡി മാച്ച് പറഞ്ഞാലോ. നിങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ആണല്ലോ അവരായിട്ട് കമ്പനിയാണോ? വെരി ഗുഡ്. അങ്ങനെ വേണം കേട്ടോ. കോൺവെക്കേഷൻ വരുമ്പോ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം എല്ലാവരും. നമ്മുടെ ബാച്ച് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഓക്കെ. അവിടെ ചുമ്മാ ഒരു സ്ഥലത്ത് പോയി ഇരിക്കരുത്. എല്ലാത്തിനും ആക്റ്റീവ് ആയിരിക്കണം. എന്തൊരു കാര്യം പറഞ്ഞാലും ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. ഡാൻസ് കളിക്കാൻ വിളിക്കും, ഡാൻസ് കളിക്കാൻ വേറൊന്നും പറയില്ല. ഓക്കെ. കോൺവെക്കേഷനെ കുറിച്ച് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം കേട്ടോ. നിങ്ങളോട് ഞാൻ പറയാം.
ഓക്കെ, അപ്പൊ സംസാരിക്കുന്ന ചോദിക്കണം. ഞാൻ മറന്നു പോകുമോ, നിങ്ങൾ ചോദിക്കണം. കൺവെക്കേഷനിൽ എന്തോ മിസ് പറയാനുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം. ഓക്കെ മിസ്, എക്സാം ഓരോ മൊഡ്യൂൾ ഓരോ ദിവസമാണോ മിസ്? ഇത് ഓരോ മൊഡ്യൂൾ ഓരോ ഓരോ മോഡ്യൂളിലും ഓരോ എക്സാം ആണെന്നോ? ഓരോ ദിവസം ഓരോ ദിവസം എനിക്ക് ശരിയൊരു ഐഡിയ ഇല്ല കേട്ടോ. ടൈമിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നോക്കും. നിങ്ങൾ എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? കഷ്ടം കേട്ടോ, മോശമാണ്. പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയെങ്കിലേ. ഇന്ന് ടെൻഷൻ അടിക്കാതെ ആ നേരം ഇത് പഠിച്ചാൽ മതി. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ടെൻഷൻ വേണ്ട കേട്ടോ. സീരിയസ് ആയിട്ട് പറയാണ്, എക്സാം എഴുതുമ്പോഴേക്കും നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഓക്കെ, മറക്കരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ മറക്കാൻ പാടില്ല. ഓക്കെ, മതി, സംസാരിച്ചാൽ മതി. എന്താണിത്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സംസാരമാണ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് പഠിക്കാം, കുറച്ച് പഠിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പോർഷൻസ് ഓക്കെ കംപ്ലീറ്റ് ആണ്, ക്ലിയർ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് പഠിച്ചു, അല്ലെ? എല്ലാം പഠിച്ചാണ്, ക്ലിയർ ആണ്. The next one is equipments. Okay. Good afternoon, Sharanya. ഗുഡ് ആഫ്റ്റർനൂൺ. Yeah, good afternoon. Okay. ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. അപ്പൊ equipments ആണ് കേട്ടോ. നോക്കാം. Besides the equipment strictly used for the treatment of patients, ambulances should be fitted with a range of extra equipments which are used in order to ease patient care. അതായത് നമ്മുടെ ആംബുലൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞാണ് ഒരുപാട് മെഷീൻസ് ഒക്കെ ഉള്ള ആംബുലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെ? പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് മെഷീൻസ് എല്ലാം ആംബുലൻസിൽ നമ്മൾ എന്താണ് എല്ലാവരും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെ? മെഷീൻസ് ഓൾറെഡി ആംബുലൻസ് ഉണ്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഈ എക്യുപ്മെന്റ്സ് ഈ പറയുന്നത് ട്രീറ്റ്മെന്റിനെ കൂടാതെ, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കൂടാതെ ആവശ്യമായി വരുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. മീൻസ് ഇപ്പൊ മെഷീൻസ് നമ്മള് ആംബുലൻസിലുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സിസ്റ്റം ബേസിക് അല്ലെ, ബേസിക് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് മുതൽ അഡ്വാൻസ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് മെഷീൻസ് വെച്ച് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. സോ അത്തരത്തിലുള്ള മെഷീൻസ് കൂടാതെ, അല്ലെ, അത്തരത്തിലുള്ള മെഷീൻസിനെ കൂടാതെ ആംബുലൻസില് വേറെയും എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. മനസ്സിലായോ? അത് പേഷ്യന്റിന് കെയറിന് വേണ്ടി തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ക്ലിയർ ആയോ? ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന മെഷീൻസിനെ കൂടാതെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനെ കൂടാതെ ആംബുലൻസിൽ വേറെയും കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതും പേഷ്യൻസിന്റെ കെയർ വേണ്ടി തന്നെയാണ്. പേഷ്യൻസിന്റെ ആയാലും അതിലുള്ള സ്റ്റാഫ്സിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മനസ്സിലായോ? അതാണ് പാരഗ്രാഫ് പറയുന്നത്. Besides the equipment strictly used for the treatment of patients. പേഷ്യൻസിന് നേരിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ കൂടാതെ ambulances should be fitted with a range of extra equipments which are used in order to ease patient care. Patient care കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് അല്ലെ വേറെ എക്സ്ട്രാ എക്യുപ്മെന്റ്സും ആംബുലൻസിൽ ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ ആ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first one is a two-way radio. Two-way radio എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ walkie talkie അറിയോ? അറിയില്ല? walkie talkie അറിയാലോ? അതാണ് കേട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു machine ആണെന്ന് equipment ആണെന്ന് പറയാം. അറിയാലോ? So this one is most important piece of equipment in present day emergency medical services since it allows for the issuing of drugs to the ambulance and can permit the crew to pass information back to control or to the hospital. Communicate ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ walkie talkie നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ പ്രസന്റ് ഡേയില് ഈ പറയുന്ന മെഡിക്കൽ സർവീസിൽ നമുക്ക് ഈ പറയുന്ന സാധനം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ അല്ലെ? സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്താ? two-way radio അഥവാ walkie talkie എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇൻഫർമേഷൻസ്
വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ആണോ? എന്റെ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. തൻസി, എന്റെ വോയിസ് ക്ലിയർ ആട്ടോ. തൻസി അവിടെ റേഞ്ച് ഉണ്ടാവും, ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണേ. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അല്ലെ, എന്തെങ്കിലും ഇൻഫർമേഷൻസ് എങ്ങോട്ടെങ്കിലും പാസ് ചെയ്യണല്ലോ, എങ്ങോട്ടെങ്കിലല്ല അതിൽ കൺട്രോൾഡ് റൂമിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്, ഈ 2-way റേഡിയോ അഥവാ വോക്കി ടോക്കി എന്ന് പറയാം. For example, a priority message is to warn the hospital of the imminent arrival of a critical patient. Okay, ഇനിയിപ്പോ imminent മീൻസ് അത്യാസന്നമായ എന്ന രീതിയാണ്. അത്യാസന്നമായ നിലയിലുള്ള രീതിയിൽ ക്രിട്ടിക്കൽ പേഷ്യൻസ് വരികയാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പറയുന്ന ഹോസ്പിറ്റൽസ് നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണോ അല്ലെ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് വോക്കി ടോക്കി അഥവാ 2-way റേഡിയോ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ഈ എക്യുപ്മെന്റ് ആംബുലൻസിൽ ഉണ്ടാവും. ഓക്കെ, ഇത് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണോ? ഹലോ മാം, ആ ഇക്വിപ്മെന്റ്സ് ഒന്നുകൂടെ പറയാമോ മാം? ഇക്വിപ്മെന്റ്സ് ആ ഫസ്റ്റ് 2-way റേഡിയോ ഒന്ന് പറയാമോ മാം? ആ രണ്ടത് പറയാമോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോ നമ്മൾ ആംബുലൻസിനെ കുറിച്ച് പഠിച്ചപ്പോ ആംബുലൻസിൽ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് മെഷീൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അങ്ങനെ മെഷീൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ മെഷീൻസിനെ കൂടാതെ തന്നെ ആംബുലൻസിൽ വേറെയും കുറച്ച് എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. ഓക്കെ, അതൊക്കെ ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ നോക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന 2-way റേഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോക്കി ടോക്കി എന്ന് പറയാം. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ ഉണ്ടല്ലോ, അത് തന്നെ അത് വോക്കി ടോക്കി എന്ന് പറയും. വോക്കി ടോക്കി വേറെ ഫോണിലുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്. പേഷ്യൻസ് ക്രിട്ടിക്കൽ പേഷ്യൻസ് അവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഇന്നലെ അത് ഇൻഫോം ചെയ്യണമല്ലോ, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് നമ്മൾ ഇൻഫോം ചെയ്യണമല്ലോ. സോ അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ പറയുന്ന 2-way റേഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? This one is the most important piece of equipment in present day emergency medical services, since it allows for the issuing of jobs to the ambulance. ഈ ഇന്നത്തെ കാലത്ത് മെഡിക്കൽ സർവീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു എക്യുപ്മെന്റ് ആണ് ഈ 2-way റേഡിയോ എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ചുകൂടെ അവരെ ജോലി എളുപ്പമാകാൻ സഹായിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. allow for issuing of jobs to the ambulance. കാരണം ഓരോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോഴും നമുക്ക് അത്രയും എന്താണ്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഫോണിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ? ഫസ്റ്റ് എക്യുപ്മെന്റ് മനസ്സിലായോ? And the second one is mobile data terminal. Some ambulances are equipped with the mobile data terminals, which are linked without wire to a central computer, usually at the control center. These terminals can function in place of 2-way radio and can be used to pass the details of works to the crew, and can log the time the crew was mobile to a patient, arrived and left the scene, or fulfill any other computer-based functions. Mobile data terminal എന്ന് പറയുമ്പോൾ നമുക്ക് റേഞ്ച് അല്ലെ, നമ്മൾ ടവർ കാണുന്നുണ്ടല്ലോ അല്ലെ, ടവർ. സോ നമുക്ക് ഇങ്ങനത്തെ വോക്കി ടോക്കി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി റേഞ്ച് നോക്കിയിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇല്ല അല്ലെ. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. റേഞ്ച് ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? അത് വിത്തൗട്ട് വയർലെസ് ആണ്, വയർലെസ് എക്യുപ്മെന്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അല്ലെ, വയർലെസ് ആണ്, വിത്തൗട്ട് വയർ. ഓക്കെ, വിത്തൗട്ട് വയർ ടു സെൻട്രൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് വയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഓക്കെ, മൊബൈൽ ഡാറ്റ പ്രവർത്തിക്കാൻ തന്നെ അല്ലെങ്കിൽ ഈ ടെർമിനൽ വാക്കി ടോക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2-way വാക്കി ടോക്കി 2-way റേഡിയോ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡാറ്റ ടെർമിനൽ ആവശ്യമാണ്.
പക്ഷെ ഇതിനിപ്പോ എന്താണ് നമ്മള് ലിങ്ക് വയറായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ ഇതിന്റെ ഉപയോഗം എന്താണ്? ദീസ് ടെർമിനൽസ് ക്യാൻ ഫങ്ഷൻ ഇൻ ദ പ്ലേസ് ഓഫ് ടു വേ റേഡിയോ. കേട്ടോ, ടു വേ റേഡിയോന് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ പറയുന്ന എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സംസാരിക്കണമല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റേഡിയോ കാര്യങ്ങളൊക്കെ വേണം അല്ലേ? സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെർമിനലാണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെയാണ്, ഇതിന്റെ സഹായത്തോടെയാണ് ഈ വാക്കിടൊക്കെ പ്രവർത്തിക്കുന്നത്. സോ എന്താണ് അവരുടെ ഡീറ്റെയിൽസോ വർക്കിന്റെ ഡീറ്റെയിൽസോ പറയുന്ന വർക്കുമായി ബന്ധപ്പെട്ട് ഓക്കെ. അപ്പോ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത് ഈ ആരോ ചോദിച്ചിട്ടുണ്ട്, വൈഫൈ പോലെയാണ് കേട്ടോ, വയർലെസ് ആണ് അല്ലെ? വൈഫൈ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യും, വൈഫൈ മോഡംസ് എങ്ങനെ യൂസ് ചെയ്യും, അതുപോലെ തന്നെയുള്ള എക്യുപ്മെന്റ് ആണ് വൈഫൈ പോലെയൊക്കെ തന്നെ. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മുടെ കോൾസ് ആണെങ്കിലും പറയുന്ന അവർ വന്ന അവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഡാറ്റാസ് ആണെങ്കിലും എല്ലാം. ഓക്കെ, സോ ഇപ്പോ ഡാറ്റാസ് ആണെങ്കിലും കോൾസ് ആണെങ്കിലും കോൾ ലോഗ് കണ്ടോ, കോൾ ലോഗ്, അതുപോലെ അവരെ സ്റ്റാഫ്സ് അല്ലെങ്കിൽ അത് പാസ് ചെയ്ത ഡീറ്റെയിൽസ് ഓഫ് വർക്സിന്റെ ക്രൂസിന്റെ വർക്ക് ചെയ്ത ഡീറ്റെയിൽസും എല്ലാ ഡാറ്റാസും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. സോ അപ്പോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ പറയുന്ന മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. Some ambulances are equipped with a mobile data terminal, which are linked without wire to a central computer. Wire illaatha central computer il connect cheyan pattum, usually at the control center. Okay, these terminals can function in place of two-way radio pole function cheyan pattum, and they can be used to pass details of works to the crew. Crew ina workingമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പാസ് ചെയ്യാൻ പറ്റും. And the can log the time the crew was mobile to a patient arrived and left the scene or fulfill any other computer-based functions. അതായത് ഇപ്പോ പേഷ്യൻസ് അവിടെ വന്നതും അവർ പോയതും അവർ ആ സീനിൽ എപ്പോഴാണ് പോയതും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്ന എക്യുപ്മെന്റിൽ ഉണ്ടാവും. ക്ലിയർ? മനസ്സിലായോ? കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്യുപ്മെന്റ് ആണ്. എല്ലാ ഡാറ്റാസ് ഉണ്ടാവും. ഓക്കെ, ഇതില് നമുക്ക് കോൾ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൂസിന് അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആംബുലൻസ് ഉണ്ടാകുന്ന ക്രൂസിന് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണെങ്കിൽ എന്തൊക്കെ വർക്ക്സ് ആണെങ്കിൽ ഡീറ്റെയിൽസ് പാസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അവരുടെ മൊബൈലായിട്ടോ അല്ലെങ്കിൽ വാക്കിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. സോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും പേഷ്യൻസ് അവിടെ എപ്പോ വന്നു, അവിടെ നിന്ന് ഇപ്പോ ലീവ് ചെയ്ത് പോയി, ലെഫ്റ്റ് ചെയ്ത് പോയി, ആ സീൻ എന്ന് പറയുമ്പോൾ രംഗത്തിന്റെ ഇപ്പോ ലെഫ്റ്റ് ചെയ്ത് പോയി, പിന്നെ അത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഈ പറയുന്ന മൊബൈൽ ഡാറ്റാ ടെർമിനലിൽ ഉണ്ടാകും. ഓക്കെ, ഓൾ ഫുൾഫിൽ എനി അതർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻസും നിർവഹിക്കാൻ പറ്റുന്നുണ്ട്, നിർവഹിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് ആംബുലൻസ് എന്ന് പറയുന്നില്ലല്ലോ നമുക്ക് അല്ലെ? എല്ലാ ആംബുലൻസിലും ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാകണം എന്നാ പറയുന്നത്. ഏത് ടൈപ്പ് എന്നൊന്നുമില്ല, എല്ലാ ആംബുലൻസിലും ഉണ്ടാകണം. കാരണം പേഷ്യൻസിന്റെ കെയറും അതുപോലെ നമ്മുടെ സ്റ്റാഫ്സിന്റെ കെയറും ഇമ്പോർട്ടന്റ് ആണ്, ശരിയല്ലേ? സോ എല്ലാ ആംബുലൻസിലും ഇത്രയും എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം, അതർ ട്രീറ്റ്മെന്റ് എക്യുപ്മെന്റ്സിന് കൂടാതെ. ഓക്കെ, and evidence gathering CCTV ഉണ്ടാവും.
Some ambulances are now being equipped with the video cameras, which are used to record activity either inside or outside the vehicle. They may also be charged with the sound recording facilities. This can be used as protective measures from violence against ambulance crews, or in some cases, it depends on local laws, to manifest or refute cases where a member of the crew stands accused for wrongdoing. അതായത് നമ്മുടെ ആംബുലൻസിൽ ക്യാമറ ഉണ്ടാകും, CCTV ഉണ്ടാകും. ഇപ്പൊ എല്ലാ ആംബുലൻസിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ അല്ലാതെ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും അല്ലെ, പ്രൈവറ്റ് വെഹിക്കിൾസിൽ എല്ലാവർക്കും ഈ പറയുന്ന CCTV ഉണ്ട്. പ്രൈവറ്റ് എല്ലാ വെഹിക്കിളും CCTV ഉണ്ട്. കാരണം എന്താണ്, ഇത് സേഫ്റ്റിയും കൂടിയാണല്ലേ. നമ്മുടെ പുറത്തെ കാര്യങ്ങളും അകത്തെ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മോശമായുള്ള ആക്ടിവിറ്റീസ് ആണ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രൂഫായിട്ട് നമുക്ക് അല്ലെ, പ്രൂഫായിട്ട് കിട്ടും. പറയുന്ന ക്യാമറാസ് എന്തെങ്കിലും ഒരു പ്രൂഫാണ്. സോ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള വയലൻസോ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് ആണ് അങ്ങനെ ഒരു CCTV ഉണ്ടെങ്കിൽ. സോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ ആംബുലൻസിന്റെ ക്രൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആയിക്കോട്ടെ, ആരെങ്കിലും ആക്രമിക്കാൻ വന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വയലൻസ് അവിടെ വരാണെങ്കിൽ പോലും ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് യൂസ് ചെയ്യാം. CCTVയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അറിയാലോ, ചെറിയുള്ളൂ. അത് എല്ലാ വെഹിക്കിളിലും ഇപ്പൊ ഉണ്ട്. നല്ലതാട്ടോ. അപ്പോ ആംബുലൻസിനെ അല്ലെങ്കിൽ ആംബുലൻസിന് പോട്ടെ, നമ്മൾ എങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും അത് റെക്കോർഡ് ആയിരിക്കും. Yeah. Okay. So CCTV is important. എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ, ഇമ്പോർട്ടന്റ് ആണ്. ബസ്സിലുണ്ടാകും, എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ. പ്രൂഫാണ് ശരിക്കും, അത് പ്രൂഫാണ്, സേഫ്റ്റി ആണ്, കുറച്ചുകൂടെ സേഫ് ആണ്, കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് ആണ് അല്ലെ. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നമ്മുടെ ആംബുലൻസ് അത് ഈ പറയുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ എവിഡൻസ് ഗ്യാതറിംഗ് CCTV ഉണ്ടാവും. Okay, then tail lift or ramp. Ambulances can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. This is particularly important where the patient is obese or a specialty care transports that need large, huge equipment such as neonatal incubator or hospital beds. There may also be voice clear ആവുന്നുണ്ടോ? പറയൂ, എന്റെ വോയിസ് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞിട്ട് ക്ലിയർ ആണോ? സമാധാനം, ക്ലിയർ ആണ് കേട്ടോ, വോയിസ് ക്ലിയർ ആണേ. റേഞ്ച് ചെക്ക് ചെയ്യൂ. ഇടക്കാണോ? ഇടക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? എന്താന്ന് വെച്ച് പറയൂ, കേക്കട്ടെ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? വോയിസ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് മാം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ആണോ? ബാക്കി ആർക്കെങ്കിലും എന്ത് ഇഷ്യൂ ഉണ്ടോ? ഉണ്ട് മാം, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. സ്റ്റക്ക് ആവുന്നുണ്ടോ? ജസ്റ്റ് വെയിറ്റ്, ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? സീരിയസ്ലി ക്ലിയർ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലല്ലോ? ശരി, ക്ലിയർ ആണല്ലോ. ഓക്കെ, പ്രോബ്ലം സിസ്റ്റത്തിന്റെ പ്രോബ്ലം ഒന്നും അല്ല കേട്ടോ, ഫാൻ ഇങ്ങോട്ടായിരുന്നു. ഫാനിന്റെ കാറ്റുകൊണ്ടായിരിക്കാം വേണ്ടി അങ്ങനെ സൗണ്ട് ക്ലിയർ അല്ല എന്ന് തോന്നിയത്. ഓക്കെ, ഫാൻ ആണ്, ഫാൻ ഇങ്ങോട്ടായിരുന്നു. നിങ്ങൾ തിരിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ tail lift or ramp. Ambulances can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. This is particularly important where the patient is obese or a specialty care transports that need large, huge equipment such as neonatal incubator
or hospital beds. There may also be equipment connected with this, such as hinges, which are formed to pull weighty patients into the paper. Oh, ഇത് വായിച്ചപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ട്, അത് മനസ്സിലായോ? കഠിനമായിട്ടൊന്നുമില്ല കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ നന്നായിട്ടൊക്കെ ജോയിൻ ചെയ്യും, അപ്പൊ ഉദ്ദേശം കുറച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇത് പറഞ്ഞു വേറുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറയുന്നുണ്ടാവും, കുറച്ചുകൂടെ ഓവർ വെയിറ്റ് ആയ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. ഓവർ വെയിറ്റ് ആയ പേഷ്യൻസിന് എങ്ങനെ കയറ്റാം? നിങ്ങൾ എങ്ങനെ കയറ്റാം? നമ്മൾ ആംബുലൻസില നമ്മൾ അതിനെ പിടിച്ചു കയറേണ്ടി വരുമോ? ഇല്ല, ലിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ചെയിൻ ലിഫ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കൂട്ടോ. ചെയിൻ ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണോ? ഞാനത് പിടിക്കുന്നത് എന്തൊക്കെ പറയാന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മള് കയറൊക്കെ കെട്ടി വലിക്കാന്ന് പറയുമ്പോഴും വേറെ എന്തൊക്കെയൊക്കെ ചിന്തിക്കും. അപ്പൊ ഈ പറയുന്ന സാധനം നിങ്ങളൊന്ന് എന്താണ് ഈ പറയുന്ന ചെയിൻ ലിഫ്റ്റ് ഓർ റാം എന്ന് പറയുന്ന ഒരു സാധനം നോക്കൂട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് കാണുമെന്ന് പറയുന്നത്. ഞാനെങ്കിലും അത് വിശദീകരിച്ച് പറയാൻ എനിക്കറിയില്ല. എന്തായാലും പേഷ്യൻസിനൊരു അത്രയും വെയിറ്റുള്ള പേഷ്യന്റ് നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ശരിയല്ലേ? ലിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ, ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ അത് ഒരു കാര്യം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മെഷീൻസ് കഴിയണം. ഇപ്പോ നിയോനാറ്റൽ ഇൻക്യുബേറ്റർ, അത് എന്താ സാധനം? ഇൻക്യുബേറ്റർ എന്താ അറിയാലോ? കുഞ്ഞുങ്ങളെ കിടത്തുന്നത് അല്ലെ, ചൂടിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കിടത്തുന്ന ഒരു കൈൻഡ് ഓഫ് എക്യുപ്മെന്റ് ആണ്. അതും കുറച്ച് വെയിറ്റഡ് ആണ് അല്ലെ, വെയിറ്റുള്ള എക്യുപ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബെഡ് എന്താ? അതും വെയിറ്റ് ഉള്ളതാണ്. നമ്മുടെ നോർമലി ബെഡ് പോലെയാണ് അല്ല, അത്യാവശ്യം വെയിറ്റഡ് ആണ്. സോ ഇതെല്ലാം നമ്മൾ എങ്ങനെയാ കയറ്റാം? സ്റ്റാഫ്സ് പൊക്കി കയറ്റും, അങ്ങനെയാണോ പറയുന്നത്? അല്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ പറയുന്ന ചെയിൻ ലിഫ്റ്റ്. ഓക്കെ, ക്ലിയർ? ചെയിൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് കയറ് പോലത്തെ സാധനങ്ങളില്ല, അതിനെ പറയുന്ന പേരാണ് ബെഞ്ചിലൊക്കെ പറയുന്നത്. സോ അത് കെട്ടുന്ന ഒരു കൈൻഡ് ഓഫ് എക്യുപ്മെന്റ് ആണ് ചെയിൻ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് സെർച്ച് ചെയ്തത് കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഡൗട്ട് അങ്ങനെ ക്ലിയർ ആവും. സംഭവം മനസ്സിലായല്ലോ? ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, ഈ എക്യുപ്മെന്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? This is particularly important where the patient is obese or specially care transferred. കണ്ടോ, കുറച്ചൊരു ഒബീസ് ആയാലും കുറച്ചൊരു സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാർജ് ഹ്യൂജ് എക്യുപ്മെന്റ് പോലത്തെ ഇൻക്യുബേറ്ററോ ഹോസ്പിറ്റൽ ബെഡ്സോ. ക്ലിയർ ആവുന്നില്ലേ? വോയിസ് ക്ലിയർ ആണോ? കഷ്ടപ്പെട്ട് പറഞ്ഞു വരുമ്പോഴാണ് നിങ്ങൾ വോയിസ് ക്ലിയർ അല്ലെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സത്യം പറയും, വോയിസ് ക്ലിയർ ആണോ? Am I clear to you? ഇനി ഞാൻ പറയില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? ട്രെയിൻ എന്താണ്? ഒബീസ് ആയ പേഷ്യൻസ്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കേണ്ട പേഷ്യൻസ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹ്യൂജ് ആൻഡ് ലാർജ് എക്യുപ്മെന്റ്സ് ലൈക്ക് നിയോനാറ്റൽ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ്സ്, ഇതെല്ലാം നമ്മൾ കെട്ടി വലിച്ച് ഈ പറയുന്ന ആംബുലൻസിൽ കയറ്റണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ചെയിൻ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്ന ആ ഒരു പേര് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും കേട്ടോ, ഒരു പിക്ചർ കിട്ടും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. Next one is a trauma lighting. Besides normal working lighting, ambulances can be featured with a special lighting, often blue or red, which is used when the patient becomes photosensitive. എന്താണത്? പറയൂ, മനസ്സിലായോ നിങ്ങൾക്കത്? അതായത് നമ്മൾ ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റെഡും ബ്ലൂ ആണ് നമുക്ക് നോർമലി കാണാം, ശരിയല്ലേ? റെഡ് ലൈറ്റ്സ് ആൻഡ് ബ്ലൂ ലൈറ്റ്സ് ആണ് ആംബുലൻസിൽ പൊതുവെ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ചില പേഷ്യൻസിന് എന്താണ്, ചില ലൈറ്റ്സ് നമ്മുടെ കണ്ണിലിടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരാറുണ്ട്. അതിനെയാണ് ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ട്രോമ ലൈറ്റിംഗ്
ആ ഒരു എക്യുപ്മെന്റ് അവിടെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എക്യുപ്മെന്റ് നമ്മുടെ ആംബുലൻസിലുണ്ട്. മനസ്സിലായോ? ആ പേഷ്യൻസിന് വേണ്ടി മാത്രം. അപ്പൊ ഈ പറയുന്ന ബ്ലൂ മാറ്റിയിട്ട് വേറെ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്യും. ക്ലിയർ ആയോ? Besides the normal walking lighting, ambulances can be featured with a special lighting. കണ്ടോ? Special lighting ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? Which is used to when the patients become photosensitive. Patientsന് അങ്ങനെ kind of photosensitive ആയ patients ആ പേഷ്യന്റ് ആണ് ആംബുലൻസിൽ ഓൾറെഡി പറയുന്നത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ലൈറ്റിംഗ് ഉണ്ട്. അത് അവർ സെറ്റ് ചെയ്യും. മനസ്സിലായോ? ആ കൈൻഡ് ഓഫ് എക്യുപ്മെന്റ് ആണ് എന്ത് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? നമുക്കൊരു ലൈറ്റ് പറ്റുന്നില്ല. നമ്മളൊരു പേഷ്യന്റ് ആണ്, നമുക്ക് ആ ലൈറ്റ് കാണുമ്പോൾ പറ്റുന്നില്ല, ഭയങ്കര ഇറിറ്റേഷൻസ് വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള പേഷ്യൻസിന് ആ ലൈറ്റ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. പറ്റില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാം? അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ഉണ്ടാകും. ആ സ്പെഷ്യൽ ലൈറ്റിംഗിനെയാണ് എന്ത് ഈ ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റ് അകത്താണ് കിടക്കുന്നെങ്കിലും അത് അകത്ത് പറയുന്ന ആ ലൈറ്റിന്റെ പറയുന്ന എന്താണ് റിഫ്ലക്ഷൻ അത് വരും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പറയുന്ന അകത്തും ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഇരുട്ടത്ത് ആരെങ്കിലും പോകുമോ? നിങ്ങൾക്ക് അറിയാലോ ആംബുലൻസ് എങ്ങനെയാ പോകുന്നത്? വിൻഡോസ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ്. ഈ നെക്സ്റ്റ് വൺ ചൂടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് തിരിച്ചപ്പോ ചൂട് പോകും. Next one is air conditioning. Air conditioning. Okay, ambulances are actually equipped with a separate air conditioning system to the working area from that which serves a cab. This helps to keep a suitable temperature for any patients being featured, but may also have extra features such as filtering against airborne pathogens. അതായത് ആംബുലൻസിൽ ആ ക്യാബ് ഉണ്ടല്ലോ, ബാക്കിലെ പോർഷൻ ക്യാബ് അല്ലേ. സോ ആ ക്യാബിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും എന്താണ് ടു കീപ് suitable temperature for any patients being treated. എന്നുള്ള പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ ടെമ്പറേച്ചറുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എയർ കണ്ടീഷനിങ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കേട്ടോ ആ പറയുന്ന എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. Then but may also have an extra features. ഈ പറഞ്ഞ എയർ കണ്ടീഷനിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? എന്താണ്? ഫിൽറ്ററിംഗ് ആണ്. ഫിൽറ്ററിംഗ് അഗെയിൻസ്റ്റ് എയർബോൺ പതോജൻസ്, അല്ലെ, വായുവിലൂടെ പകരുന്ന പതോജൻസിനെതിരെയുള്ള ഫിൽറ്ററിംഗ്. അങ്ങനെ ആ പറയുന്ന എയറിലൂടെ വരുന്ന രോഗാണുക്കൾ, അതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരും അല്ലെ. സോ അങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഫിൽറ്റർ ചെയ്യും. ഓക്കെ, പറയുന്ന പത്തോജൻസിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഫീച്ചറും കൂടെ ഈ പറയുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉണ്ട്. മനസ്സിലായോ? നമ്മുടെ ആംബുലൻസിൽ എയർ കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്യാബില് സെപ്പറേറ്റ് ആയിട്ട് എയർ കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ അത് അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ പിന്നെ എന്താണ്, എക്സ്ട്രാ ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഈ പറയുന്ന എസിക്ക് എയർ കണ്ടീഷനിങ് എക്സ്ട്രാ ഫംഗ്ഷൻ കൂടി ഉണ്ട്. അത് എന്താണ് ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്? എയർബോൺ പതോജൻസ് അതിലൂടെ നമുക്ക് രോഗങ്ങളൊന്നും പകരാതിരിക്കാനായിട്ട് ഈ പറയുന്ന രോഗാണുക്കളെ ഫിൽറ്റർ ചെയ്യും. അതും ഈ പറയുന്ന ഈ എയർ കണ്ടീഷന്റെ എക്സ്ട്രാ ഫീച്ചർ ആണ്. കാരണം അങ്ങനെ ആ ഫിൽറ്റർ എന്ന് പറയുന്ന ആ ഒരു രീതി അവിടെ ഇല്ലെങ്കിൽ അതിലൂടെ എന്താണ് രോഗികളിലൂടെ നമുക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ, ഇപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും ആയിക്കോട്ടെ അല്ലെ, അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടാണ് എയർ കണ്ടീഷനിലൂടെ നമ്മള് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? സോ അങ്ങനെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ഈ പറയുന്ന എയർ കണ്ടീഷനിങ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, then data records. These are often set in ambulances to record such details as speed, braking power, and time.
activation of active emergency warnings such as lights and sirens and seat belts usage. These are often used integrated with the GPS units. Data records ഉണ്ട്. Data records must ആണല്ലോ അല്ലെ. അതായത് ഈ പറയുന്ന ആംബുലൻസ് എത്ര സ്പീഡിലാണ് പോകുന്നത്, ഇതിന്റെ ബ്രേക്കിംഗ് പവർ എങ്ങനെയാണ്, എത്ര ടൈം കൊണ്ട് അവിടെ റീച്ച് ആയി, അതുപോലെ എമർജൻസി വാർണിംഗ്സ് ലൈക്ക് ലൈറ്റ്സ് ആണ് സൈലൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടാണ് പോകുന്നത് അല്ലെ. അത്യാവശ്യത്തിനാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. സൈലൻസ് ആണെങ്കിൽ എല്ലാ ആംബുലൻസും എപ്പോഴും പോകുമെങ്കിൽ സൈലൻസ് ഇട്ടിട്ടാണ് പോവാ, ഒരിക്കലല്ല അല്ലെ. സോ അതെല്ലാം ചെക്ക് ചെയ്യും. പറയുന്ന എല്ലാ കാര്യങ്ങളിലും റെക്കോർഡ്സ് ഉള്ളതാണ്, റെക്കോർഡ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് അതും ഇമ്പോർട്ടന്റ് ആണ്. സോ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരാണ് എങ്കിൽ ഈ ഡാറ്റ റെക്കോർഡ്സ് ചെക്ക് ചെയ്യാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആംബുലൻസ് എങ്ങനെയാണ്, എത്ര സ്പീഡ് ഉണ്ടായിരുന്നു, അതിന്റെ ബ്രേക്കിംഗ് പവർ, ചാനൽ, അതുപോലെ ലൈറ്റ്സ് എല്ലാം കറക്റ്റ് യൂസ് ചെയ്തോ, സൈലൻസ് യൂസ് ചെയ്തോ, സീറ്റ് ബെൽറ്റ് ഓക്കെ ആയിരുന്നു, അതൊക്കെ എല്ലാ റെക്കോർഡ്സും ഈ പറയുന്ന ഈ ഡാറ്റ റെക്കോർഡ്സ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഈ എക്യുപ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ലാസ്റ്റ് എക്യുപ്മെന്റും ഈ പറയുന്ന ആംബുലൻസിൽ ഇവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഈ 7 ഓക്കെയാണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഭയങ്കര ചൂട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ എല്ലാവരും. ഓക്കെ, ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്, ലൈറ്റിംഗ് ചോദിച്ചു, അതിനെ കുറച്ച് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞ എന്തൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുമ്പോ അവിടെ ആ ലൈറ്റിംഗ്, സ്പെഷ്യൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലൂ ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് പൊതുവെ ഈ പറയുന്ന ആംബുലൻസ് റെഡും ബ്ലൂ യൂസ് ചെയ്യുന്നത്. ഞാനത് വേറെ രീതിയിലാണ് പറഞ്ഞത്, എപ്പോഴാണ് ഓർത്തെ. ഓക്കെ, അപ്പൊ റെഡും ബ്ലൂ ആണ് ഈ പറയുന്ന സ്പെഷ്യൽ ലൈറ്റിംഗ് ചെയ്യുന്നത്. ഓഫോൺ ബ്ലൂ ഓർ റെഡ് എന്ന് പറയുന്നത്. ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? വൈറ്റിനെ അപേക്ഷിച്ച് ഈ പറയുന്ന റെഡും ബ്ലൂവും കുറച്ചുകൂടി എന്താണ് പവർ കുറവാണ്, നമുക്ക് അത്രയും ഹാർഷ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെഡും ബ്ലൂവും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ രീതി വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ വേറെ തലതിരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞത് റെഡ് ആൻഡ് ബ്ലൂ ആണ്. അത് വൈറ്റിനെ അപേക്ഷിച്ച് ഒരു ഹാർഷ് കുറവായത് കൊണ്ടാണ് ഈ ലൈറ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? നോർമൽ വർക്കിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് എന്തൊക്കെയാണ്? വൈറ്റ് ഒക്കെ അല്ലേ, വൈറ്റ് ആ കൈൻഡ് ഓഫ് ലൈറ്റ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ആംബുലൻസിൽ അവർ ഫിറ്റ് ചെയ്യുന്നത് റെഡ് ആണ്, റെഡ് അല്ലെങ്കിൽ ബ്ലൂ ആണ്. അത് എന്തിനു വേണ്ടിയാണ് റെഡും ബ്ലൂവും? ഇതാണ് കാരണം. നമ്മുടെ നോർമൽ ലൈറ്റിനെ അപേക്ഷിച്ച് ഈ പറയുന്ന റെഡും ബ്ലൂവും കുറച്ചുകൂടി ഹാർഷ് കുറവാണ്. അതുകൊണ്ടാണ് ആംബുലൻസിൽ ഈ പറയുന്ന ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്തോ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയും മാം. ടെയിൽ ലിഫ്റ്റ് 4ാമത്തെ പോയിന്റ്. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. സപ്പോസ് നമുക്കൊരു പേഷ്യന്റ് നല്ല വണ്ണുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, ആ സ്റ്റാഫ് ഈ പേഷ്യന്റ് എങ്ങനെയാ കൊണ്ടുപോവാ ഒന്ന് ആലോചിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റില്ല. അതുപോലെ തന്നെ മെഷീൻസ് അല്ലെ, ഞാനോ പറയുന്ന എന്താണ് ഹോസ്പിറ്റൽ ബെഡ്സ്, അതുപോലെ നിയോനാറ്റൽ ഇൻക്യുബേറ്റർ, നമ്മുടെ നവജാത ശിശുക്കളെ ഇടുന്ന ഒരു കൈൻഡ് ഓഫ് മെഷീൻസ് ഉണ്ടല്ലോ, എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതും അത്യാവശ്യം വെയിറ്റഡ് ആണ് അല്ലെ. വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്നെ പിടിച്ച് വെച്ച് കയറ്റാൻ പറ്റില്ല. സോ അതിനു വേണ്ടി അത് ആംബുലൻസിലേക്ക് നമ്മൾ കയറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് ടെയിൽ ലിഫ്റ്റ് റാമ്പ് എന്ന് പറയും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, നന്നായിട്ട് വായിച്ചോ എല്ലാവരും. ഓക്കെ,
ഗ്രൂപ്പിൽ പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പിക്ക് ഇടുമ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് ചെയിൻ ലിസ്റ്റ് ഓർ റാമ്പ് എന്ന്? മനസ്സിലായോ? പിക്ക് നോക്കി പിക്ക് നോക്കിയാൽ കറക്റ്റ് ക്ലിയർ ആകാൻ ഞാനിവിടെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ടയർ എന്ന് പറയാനും പറ്റില്ല അല്ലെ? ആ പിക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ വെരി ഗുഡ്. അയച്ചോളൂ. പിക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് അതിന് താഴെ കൊടുത്ത പിക്സ് ഉണ്ടോ? അതെല്ലാം എന്താണ്? എക്യുപ്മെന്റ്സ് ആണ്. മനസ്സിലായോ? ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. പിക്ചേഴ്സ് കൂടെ ഉണ്ട്, നോക്കാം. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആണോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? തീർന്നു കാണാമല്ലോ. സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾ വായിക്കൂ. മനസ്സിലായോ എന്താണെന്ന്? ഓക്കെ, വായിച്ചോ കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല?
ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? 7 kinds of equipments ഏതൊക്കെയാണെന്ന് മനസ്സിലായി, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലായി, എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ ആണ്, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? Okay. Then moving on the next question, the next topic was passive visual warnings. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, കണ്ടിട്ടുണ്ടോ? ആംബുലൻസ് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം എന്താണ്? വിഷ്വൽ വാർണിംഗ്സ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് വാർണിംഗ്സ് എന്ന് പറയുമ്പോൾ വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, അതുപോലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, ഓഡിബിൾ വാർണിംഗ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് വാർണിംഗ്സ്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം എന്താണ്? വാർണിംഗ്സ് ആണ്, കൈൻഡ് ഓഫ് സിംബൽസ് ആണ്. പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ പെടുന്നതാണ്. ഓക്കെ, സോ നോക്കാം. Passive visual warnings are generally part of the design of the vehicle, and the usage of high contrast patterns are involved. Older ambulances are more likely to have their pattern painted on, whereas modern ambulances normally carry reflective designs which reflect lights from car lights or torch. നമ്മള് ആംബുലൻസിൽ അല്ലെ ഒരുപാട് ഇതുപോലെ വാർണിംഗ്സ് ഉണ്ട്, സിംബൽസ് ഉണ്ടാവും അല്ലെ, ഇതെല്ലാം സ്റ്റിക്കേഴ്സ് പോലെ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, കണ്ടിട്ടില്ല എല്ലാവരും? ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും അറിയാലോ, എല്ലാ വാർണിംഗ്സ് എല്ലാവരും കണ്ടിട്ടുണ്ട്. ആംബുലൻസ് പോകുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. കാരണം ഇത്രയും നാൾ നമ്മൾ പഠിച്ചിട്ടില്ല, സോ ജസ്റ്റ് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി നോക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടോ, ഓക്കെ ആംബുലൻസ് ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ വാർണിംഗ്സ് എല്ലാവരും ഇത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ് പറയുന്നത് കേട്ടോ. ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ, അതായത് കൈൻഡ് ഓഫ് പാർട്ട് ഓഫ് ഡിസൈൻ, വെഹിക്കിളിന്റെ ഡിസൈൻസിനെ ഒരു ഡിസൈൻസ് ചെയ്യുന്ന ഒരു പാർട്ട് അല്ലേ. ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പ്രേ ചെയ്യുന്നു, പ്രാർത്ഥിക്കും. നമ്മളെ അതല്ലേ പറ്റൂ, നമുക്കറിയില്ല സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പ്രാർത്ഥിക്കാം. എന്താ ചെയ്യാം, അതുകൊണ്ട് അതിന്റെ ഡിസൈൻസ് ഒന്നും നോക്കാനേ നിൽക്കില്ല, അങ്ങോട്ട് നോക്കാനേ നിൽക്കില്ല. ശരിയാണ്. എന്നാലും വെറുതെ ആംബുലൻസ് അവിടെ കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ വെറുതെ ആംബുലൻസ് അവിടെ പാർക്ക് ചെയ്യുമല്ലോ, അപ്പൊ നോക്കിയാലും മതി. ഓക്കെ, അപ്പൊ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാർട്ട് ഓഫ് എ ഡിസൈൻ. ഓക്കെ, വെഹിക്കിളിലെ നമുക്ക് ഡിസൈൻസ് ഒക്കെ നല്ലൊരു പാർട്ടാണ് പറയുന്ന പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഒരു കോൺട്രാസ്റ്റ് പാറ്റേൺ ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് ആയിരിക്കും, കളേഴ്സ് ആണെങ്കിലും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഓൾഡർ ആംബുലൻസിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആംബുലൻസിലാണ് കുറച്ചുകൂടെ ഇത് നല്ല രീതിയിൽ ചെയ്യാം. അതായത് കുറച്ചുകൂടെ എന്താണ്, അത് റെട്രോ റിഫ്ലക്റ്റീവ് ആണ്. അങ്ങനെ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് ഇപ്പോ ചെയ്യുന്നത്. പണ്ടത്തെ അങ്ങനെയല്ല. പണ്ട് എന്ന് പറയുമ്പോൾ കണ്ടുപിടുത്തൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് കുറെ പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോ ആ പാറ്റേൺ എന്ന് പറയുന്നത് റെട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ആണ് മോസ്റ്റ്ലി എല്ലാ ആംബുലൻസിലും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം റിഫ്ലക്ഷൻ വരും അല്ലെ, ലൈറ്റ് അല്ലെ, ലൈറ്റിലേക്ക് ലൈറ്റ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ടോർച്ച് അടിക്കുമ്പോൾ അതിന് റിഫ്ലക്ഷൻ വരും. സോ അങ്ങനെ റിഫ്ലക്റ്റീവ് കൈൻഡ് ഓഫ് പറയുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, another passive marking form is the word ambulance in reverse on the front of the vehicle. This enables drivers of other vehicles to simply identify an approaching ambulance in their rear view mirror. Ambulances may display the name of their owner or operator and an emergency telephone number for the ambulance services. Okay, എന്താണ് പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. ആംബുലൻസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആംബുലൻസിൽ എങ്ങനെയാണ് ആംബുലൻസ് എഴുതിയിരിക്കുന്നത്? അതും കൈൻഡ് ഓഫ് ഡിസൈൻ വർക്ക് ആണല്ലോ അല്ലെ. ആംബുലൻസിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? തല തിരിച്ചല്ലേ, കണ്ണാടിയിൽ കണ്ടാല് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആംബുലൻസ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞേ. അനദർ പാസീവ് മാർക്കിംഗ്, അനദർ പാസീവ് വിഷ്വൽ വാർണിംഗ് അല്ലെങ്കിൽ മാർക്കിംഗ് എന്ന് പറയുന്നത് വേർഡ് ആണ്. ഫോം വേർഡ് ആംബുലൻസ് ഇസ് റിവേഴ്സ് അല്ലെ, റിവേഴ്സ് ആണ് on the front of the vehicle. Vehicle front the reverse ആണ് എഴുതിയിരിക്കുന്നത്. This enables the drivers of other vehicles to simply identify. മറ്റു വാഹനങ്ങളിൽ നമ്മൾ കണ്ണാടിയിൽ മിററിലൂടെ നോക്കുമ്പോൾ
കറക്റ്റ്ലി നമുക്കൊന്ന് വായിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തലവരി ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ എമർജൻസി ടെലിഫോൺ നമ്പറും അവിടെ ഉണ്ടാകും, ആംബുലൻസിൽ ഉണ്ടാകും, കൊടുത്തിട്ടുണ്ടാകും അല്ലെ. ആൻഡ് ആംബുലൻസ് may also have a symbol displayed. ആംബുലൻസിന്റെ സിംബലും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആംബുലൻസ് വെഹിക്കിളിന്റെ വൺവേ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് എന്താ വിഷ്വൽ വർക്ക് എന്ന് പറയുന്നത്, വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്, പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്റ്റിക്കർ വർക്ക് ആണെന്ന് പറയും. ചുമ്മാ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റിക്കർ വർക്ക് എന്ന് പറയും. ഞാൻ പറഞ്ഞാട്ടെ, എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞാണേ, അങ്ങനെ പറയണ്ട, പക്ഷെ ഞാൻ ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാലോ, ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതിയാവാലോ? ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആവില്ല ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പൊ പാസീവ് വിഷ്വൽ വാർണിംഗ് വരെ നോക്കിയിട്ട് വരാം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് കുറച്ച് ആ ഫാൻ തിരിച്ചപ്പോ ഭയങ്കര ചൂട് കേട്ടോ. നമ്മൾ ഈ കോട്ടും ഒക്കെ കൂട്ടിട്ടിരുന്നിട്ടേ ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും. മനസ്സിലായോ? ക്ലാസ് മനസ്സിലായോ? ഓക്കെ ആയോ? ക്ലിയർ ആയോ? നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് വായിക്കുക. അറിയൂ നന്ദിനി. താങ്ക് യു പറയാനായിരുന്നു. ഞാനിന്ന് പറഞ്ഞ പോവാണെന്ന് പറഞ്ഞോ? ഓക്കെ, കേട്ട പോലെ എല്ലാവരും താങ്ക് യു മാം. നന്ദിനി ഞാൻ മ്യൂട്ട് ചെയ്തു കേട്ടോ, കാരണം എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കുന്നു, അതുകൊണ്ടാണേ. അപ്പൊ പറഞ്ഞു വിടാണല്ലേ? പറഞ്ഞു വിടാമെന്ന് താങ്ക് യു പറഞ്ഞു. നല്ല കാര്യം, ഞാനും പോവാണ്. അയ്യ ഭയങ്കര ചൂട്, ഞാൻ പോവാണ്. കൊള്ളുന്നു. ഓക്കെ, സോ താങ്ക് യു. അയച്ചു പോലെ നന്നായിട്ട് വായിച്ചു നോക്കും, പഠിക്കും. ഓക്കെ, പോകട്ടെ, അത് ഞാനോട് നിൽക്കാം. ടയേർഡായോ എന്ന് കുറച്ച് ടയേർഡായ ഞാൻ വായിക്കും, നിങ്ങൾ പറയും സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയും. ഞാൻ രണ്ടാമത് വായിക്കും, പിന്നെയും പറയും ക്ലിയർ അല്ല എന്ന് പറയും. ടയേർഡായിരുന്നു, കുറച്ച് ടയേർഡായിട്ട് ഫാനും തിരിച്ചു വെച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ പോവാണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും. ഫാൻ ഓൺ ആണ്, ഞങ്ങൾ തിരിച്ചു വെച്ചു. കാറ്റ് വരുമ്പോഴാണ് തോന്നുന്നത് സൗണ്ട് ക്ലിയർ അല്ലാത്തെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണല്ലോ? സൗണ്ട് ക്ലിയർ അല്ലേ? ചൂടത്തിരിക്കട്ടെ. ഓക്കെ, സോ ബൈ ബൈ. ഓക്കെ, താങ്ക് യു മാം.